മുൻ LDF കൺവീനർ EP ജയരാജന്റെ ആത്മകഥാ കേസിൽ DC ബുക്സിനെതിരായ കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. കേസിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം കോടതിയിൽ എപ്പോഴായിരിക്കും ഈ കുറ്റപത്രം സമർപ്പിക്കുക? ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ നമ്മോട് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അന്വേഷണം ഈ വിഷയത്തിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടത് ഒരൊറ്റ പ്രതിയെ മാത്രം കണ്ടെത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു നിഗമനത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് പബ്ലിക്കേഷൻ മേധാവി DC ബുക്സിന്റെ പബ്ലിക്കേഷൻ മേധാവി AV ശ്രീകുമാറിനെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം എടുത്തിരിക്കുന്ന തീരുമാനം. മറ്റു പ്രതികളിലേക്ക് നീങ്ങേണ്ടതില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് DC ബുക്സ് ഉടമ DC രവിയെയും അതുപോലെ തന്നെ AV പബ്ലിക്കേഷൻ വിഭാഗം മേധാവി AV ശ്രീകുമാറിനെയും അതുപോലെ തന്നെ മറ്റ് ഇവരെല്ലാം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്തിരുന്നു. DC ബുക്സിലെത്തി അവിടുത്തെ സഹപ്രവർത്തകരുമായും പോലീസ് സംസാരിച്ച് മൊഴിയെടുത്തിരുന്നു. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു, രേഖകളെല്ലാം തന്നെ പരിശോധിച്ചിരുന്നു. ഇത്തരത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് AV ശ്രീകുമാർ, അതായത് പബ്ലിക്കേഷൻ മേധാവി AV ശ്രീകുമാറിൻ്റെ കയ്യിലുള്ള ഒരു ഒരു സോഫ്റ്റ് കോപ്പിയാണ് ഇത്തരത്തിൽ പ്രചരിക്കപ്പെട്ടത് എന്ന് വ്യക്തമായത്. അതുകൊണ്ട് തന്നെ AV ശ്രീകുമാറിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അയാളെ മാത്രം പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി കുറ്റപത്ര സമർപ്പണം ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. മറ്റെല്ലാ അന്വേഷണവും പൂർത്തിയാക്കിയതായാണ് വിവരം. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.